വയനാട്ടില് ഒരു കാട്ടാന ആക്രമണം ഉണ്ടായി. ഈ ആക്രമണം വെറും ഒരു ആക്രമണമല്ല, അതിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പയ്യമ്പള്ളി സ്വദേശി അജിക്കാണ് പരിക്കേറ്റത്. ആക്രമണം നടത്തിയത് കർണാടകത്തിൽ നിന്നും എത്തിയ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയെന്നാണ് സൂചന. കമൽ ചേരുന്നു. കമൽ, ഈ തണ്ണീർക്കൊമ്പൻ വയനാട്ടിൽ എത്തിയിട്ട് അധികം ആയിട്ടില്ല. ആ വാർത്ത, അതിന്റെ ഒരു ആഘാതം നമ്മളിൽ നിന്ന് ഇതുവരെ വിട്ടുപോയിട്ടില്ല. അതിന് സമാനമാണോ റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന കർണാടകയിൽ നിന്ന് എത്തി എന്ന് വരുന്ന സൂചനകളൊക്കെ? ഏതോ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഈ വാർത്ത നൽകിയിരുന്നു. കർണാടകയിൽ നിന്ന് റേഡിയോ കോളർ ഘടിപ്പിച്ച മറ്റൊരു ആന കൂടി, ഒരു മോഴയാന കൂടി വയനാടൻ വനമേഖലയിലുണ്ട്. ബന്ദിപ്പൂർ അതിർത്തിയിൽ അവർ 2 ആനകളെയാണ് അന്ന് തുറന്നുവിട്ടത്. അതിൽ രണ്ടാമത്തെ ആന അതൊരു മോഴയാനയാണ്. അത് വയനാടൻ കാടുകളിൽ ഉണ്ട് 1 മാസമായി എന്ന് കഴിഞ്ഞ ദിവസം CCF വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ആ ആനയാണ് ഇന്ന് പുലർച്ചെയോടെ ജനവാസ മേഖലയിൽ എത്തിയത്. ആദ്യം മാനന്തവാടിക്കടുത്ത് വള്ളിയൂർക്കാവ്, ഇലേരി തുടങ്ങിയ ഭാഗങ്ങളിൽ ആനയെ കണ്ടു. പിന്നീട് അവിടെ നിന്ന് ആനയെ വനപാലകർ ഓടിച്ച് കുറുവദ്വീപിനടുത്തുള്ള സ്ഥലമാണ് പടമല എന്ന് പറയുന്നത്. ഈ പടമലയിൽ വെച്ചാണ് ഒരാളെ ആക്രമിച്ചത്. ഈ അജിയുടെ നില അതീവ ഗുരുതരമെന്നാണ് നമുക്ക് ഈ നിമിഷത്തിൽ പറയാൻ കഴിയുക. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കർണാടക വനംവകുപ്പിന്റെ ഗുരുതരമായ അനാസ്ഥ. അന്ന് CCF വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, ഫ്രീക്വൻസിയും അതുപോലെ ഈ ആന്റിനയും റിസീവറും, റേഡിയോ കോളറിന്റെ ആന്റിനയും റിസീവറും, തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. ഈ ആനയിലെ ആന്റിനയും റിസീവറും കൈമാറാൻ പലതവണ കത്തയച്ചു, 2 3 തവണ കത്തയച്ചു, അല്ലാതെ ബന്ധപ്പെട്ടു. ഇപ്പോഴും അത് കൈമാറിയില്ല. ഇന്നലെ വയനാട്ടിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മറ്റൊരു NGOയുടെ സഹായത്തോടെ റേഡിയോ കോളർ വയനാട്ടിൽ കൊണ്ടുവന്നു. പുലർച്ചെ 1:30 കിട്ടി. പക്ഷെ ഇപ്പോഴും ആ ഫ്രീക്വൻസിയും അതിന്റെ മറ്റു കാര്യങ്ങളും കൈമാറാൻ കർണാടക വനംവകുപ്പ് തയ്യാറായിട്ടില്ല. ഇന്റർനെറ്റ് വഴി യൂസർ ID പാസ്വേഡും അത് കർണാടക കൈമാറിയിരുന്നു. അത് ഉപയോഗിച്ചാണ് ആനയെ ട്രാക്ക് ചെയ്യുന്നത്. അത് പക്ഷേ വല്ലപ്പോഴും മാത്രമാണ് ആ സിഗ്നൽ കിട്ടുന്നത്. മാത്രമല്ല, അത് വളരെ ലാഗ് ഉണ്ട്. അത്തരത്തിൽ ഈ കർണാടകയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ആന വയനാട്ടിലുണ്ട്, ഈ രണ്ടാമത്തെ ആന ഉണ്ട് എന്ന് അറിയിച്ചിട്ട് പോലും ആ ആന്റിനെയും റിസീവറും മറ്റു കാര്യങ്ങളും കൈമാറാൻ കർണാടക വനംവകുപ്പ് തയ്യാറായില്ല. എന്തായാലും ഇപ്പോൾ ഒരാളുടെ ജീവൻ തന്നെ അപകടത്തിലേക്കാവുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി. ഈ കമൽ, കർണാടക വനംവകുപ്പ് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയുന്നത്? കർണാടക വനംവകുപ്പുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് ഇവിടുത്തെ വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ്. ഇന്ന് പുലർച്ചെ 1:30 കോയമ്പത്തൂരിൽ നിന്നൊരു റേഡിയോ കോളറും, ഈ ആന്റിനെയും റിസീവറും വയനാട്ടിലെ വനംവകുപ്പ് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടി ഈ റേഡിയോ കോളറിന്റെ ഫ്രീക്വൻസി ലഭ്യമായെങ്കിൽ മാത്രമേ സിഗ്നലുകൾ കിട്ടുകയുള്ളൂ. പലതവണ ഔദ്യോഗികമായി കത്തയച്ചിട്ടും കർണാടകയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഒരു റെസ്പോൺസ് ഉണ്ടായില്ല.